നടൻ നിവിൻ പോളിക്കെതിരെ ബലാത്സംഗത്തിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനും കേസെടുത്തിരിക്കുന്നു. വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിന്മേലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. എന്താണ് നിവിൻ പോളിക്ക് പറയാനുള്ളത്? ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ്. ഞാനിവരെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിന്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും. അവനാണ് ആൺകുട്ടി. നിവിൻ പോളിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് പരാതിക്കാരിയുടെ നിലപാട്. പരാതിക്കാരി തത്സമയം നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം. നിങ്ങളുടെ പേരെനിക്ക് വെളിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് നിങ്ങളെ ഞാൻ അത് വേണ്ട എന്ന് പേരിടുകയാണ്. ഒരു തരത്തിലുള്ള ആശയവിനിമയം നിവിൻ പോളി നിങ്ങളുമായി നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. നിവിൻ പോളിക്ക് താങ്കളെ അറിയാമോ ശരിക്കും? ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ഈ വാട്സപ്പ് ചാറ്റ് ചെയ്തിട്ടില്ല, എന്റെ തെളിവുകളൊന്നും ഇല്ല എന്ന് പറയുന്നത് ഈ ചെയ്ത ഫോണുകൾ പുള്ളിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളി ഇത്ര ശക്തമായി പറയുന്നത് എന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല എന്ന്. ഇവരുടെ കയ്യിലായിരുന്നു ഈ ഫോണൊക്കെ. പിന്നെ എന്റെ വീട്ടില് ഇവരെ ആരോ വന്ന് ക്യാമറ വെച്ചു, ബെഡ്റൂമിൽ ക്യാമറ വെച്ചിട്ട് എന്റെ ഹസ്ബൻഡിന്റെ വൈഫൈ ഹാക്ക് ചെയ്യുകയും മെയിൽ ഐ ഡി ഹാക്ക് ചെയ്യുകയും ചെയ്തു. താങ്കളുടെ റൂമിൽ ലോക്ക് ചെയ്തതിനു ശേഷം താങ്കളുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? നിവിൻ പോളിയും താങ്കളെ സെക്ഷൽ ഹരാസ് ചെയ്തു എന്നാണോ താങ്കൾ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നത്? അതെ, അങ്ങനെ തന്നെയാണ് ആവർത്തിച്ചു പറയുന്നത്. ഇതിന്റെ നിയമം നമുക്ക് ഇത് നീതി കിട്ടുന്നിടം വരെ നമ്മളിത് മുമ്പോട്ട് പോകും. എവിടെ എന്നിട്ട് 14, 15, 16 അല്ലെങ്കിൽ 13, 14, 15 ഈ ദിവസങ്ങളിലാണ് താങ്കളുടെ ഫ്ളാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ച് കയറി പീഡിപ്പിച്ചത്. ഈ നിവിൻ പോളി 2 ദിവസവും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു? അതെ, ഉണ്ടായിരുന്നു. 4-ാം തീയതി രാവിലെ തൊട്ടാണ് നമ്മൾ നിവിൻ്റെ പോർഷൻസ് ഷൂട്ട് ചെയ്യുന്നത്. 15-ാം തീയതി വെളുപ്പിന് ഒരു 2:30 മണി അടുപ്പിച്ച് വരെ ഷൂട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് നിവിൻ അവിടുന്ന് പോകുന്നത്. അത് ഈസിലി പ്രൂവ് ചെയ്യാനും പറ്റും, ഇത്രയും പേര് പങ്കെടുത്ത ഷൂട്ടാണല്ലോ. അപ്പോൾ വിനീതേട്ടന്റെ വർഷങ്ങൾക്ക് ശേഷത്തില് ഞാനൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ 14-ന്. സോ ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത്. ഡിസംബർ 14. ഒത്തില്ല. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ.